ഹാഡിയേഴ്സ് 2024 BLET എഞ്ചിനീയറിംഗ് ഡിഗ്രി ലെറ്റൽ എൻട്രി കോഴ്സുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിലെ AICTE അംഗീകാരമുള്ള ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് ലൈക്ക് IHREയുടെ കീഴിൽ KEIPന്റെ അണ്ടറിലൊക്കെ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതിലേക്കും പിന്നെ പ്രൈവറ്റ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ് www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് അത് 1000 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 500 രൂപയും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചിട്ട് അടക്കാം. അതല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നെ ചെല്ലാനുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. ചെല്ലാൻ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ജൂൺ 17 വരെയും ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കാനായിട്ട് ജൂൺ 16 വരെയാണ് സമയമുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നേറ്റിവിറ്റി പ്രൂഫ് അത് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കാരണം നേറ്റിവിറ്റി കേരളീയനായ ഒരാൾക്ക് മാത്രമാണ് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷൻസും കിട്ടുള്ളൂ. അതായത് നമ്മൾക്കിപ്പോൾ ഏതൊക്കെ റിസർവേഷൻ ഉണ്ട്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ SC/BC OBC അല്ലെങ്കിൽ SC/ST ആയിരിക്കാം, EWS ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളായിരിക്കാം. അങ്ങനെയുള്ള റിസർവേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കേരളീയനായിരിക്കണം. സോ നമ്മുടെ നേറ്റിവിറ്റി പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേരളത്തിൽ തന്നെ ജനിച്ചൊരു കുട്ടിയാണ്, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി പ്രൂഫായിട്ട് SSLC സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് PDF ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അത് സോഫ്റ്റ്വെയർ റീഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും നിങ്ങളോട് അപ്ലോഡ് ചെയ്യാനും മിസ്മാച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. സോ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷൻസും ഉണ്ട്. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിട്ട് PDF ആക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റി പറയുന്നത് 3 വർഷത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമ, നമ്മളിപ്പോൾ പോളിടെക്നിക്കുകളിൽ നിന്നൊക്കെ എടുക്കൂലേ അങ്ങനത്തെ ഡിപ്ലോമ. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് DVOC ഡിഗ്രി സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്നോ ഇന്ത്യ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ അതുപോലെ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നേടിയ 3 വർഷത്തെ DVOC പഠിച്ചവർക്കും ഈ പറയുന്ന BLETലേക്ക് കൊടുക്കാം. ഇനി അതല്ല +2 തലത്തിൽ മാത്സ് ഒരു വിഷയമായി പഠിച്ച് UGC അംഗീകൃത സർവകലാശാലയിൽ നേടിയ BSc ബിരുദമുള്ളവർക്കും ഈ ഒരു ലെറ്റൽ എൻട്രിക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും യോഗ്യത നേടിയവർക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സിലും യോഗ്യത നേടേണ്ടതായിട്ട് വരും. ഓക്കെ. ഇനി മേൽപ്പറഞ്ഞ യോഗ്യത പരീക്ഷയ്ക്കുള്ള അവസാന വർഷ പരീക്ഷ ഈ വർഷം എഴുതുന്നവർക്ക്, ഇപ്പോൾ ഓൾറെഡി BScയുടെ ഒക്കെ ആണെങ്കിൽ റിസൾട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കും എഴുതാം. അതല്ല ഇനി ഏതെങ്കിലും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയിൽ ഏതെങ്കിലും റിസൾട്ട് വന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ആ ഒരു അഡ്മിഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സമയത്ത് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനായിട്ട് സാധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുണ്ടാവണം കേട്ടോ. ഇനി UGC ഈ നമ്മൾ ചിലപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത്. അതായത് UGCയുടെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ യോഗ്യത നേടിയേക്കണമെങ്കിൽ അവിടെ ഇക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു പ്രായപരിധി, ഉയർന്ന പ്രായപരിധി ഇല്ല. 18 വയസ്സാവണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കറിയാമല്ലോ ഇതൊരു എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലായിരിക്കും. നമ്മളിപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നമ്മൾ കീം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ BLET എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെബ്സൈറ്റിൽ ഞാൻ കാണിച്ചു തരാം, അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കി പഠിച്ചാലും കുറച്ചും കൂടി ഈസി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എക്സാം ഡേറ്റ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. 120 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി തന്നെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടി, നമ്മൾ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത നേടി പ്രവേശന പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്ക് BTechൻ്റെ ഏത് ബ്രാഞ്ചിലേക്കും പ്രവേശനം നേടാവുന്നതാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ DVOC യോഗ്യതയുള്ളവരുടെ പ്രവേശനത്തിന് ശേഷം
ഒഴിവ് വരുന്ന സീറ്റുകളിലായിരിക്കും BSc ഡിഗ്രി അപേക്ഷകരെ പണിയുക. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഡിപ്ലോമ കോഴ്സുകളും DO കോഴ്സുകളും ചെയ്തവർക്കാണ്. അതിനുശേഷമായിരിക്കും BSc കോഴ്സുകളിലുള്ള കുട്ടികളെ പരിഗണിക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. അത് നോക്കുക, ഞാൻ എവിടെ എടുക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കി വായിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. കുറേ കാര്യങ്ങൾ അതിൽ അറിയാനുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ആ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യവും പിന്നെ മറ്റു കാര്യങ്ങളും നമ്മളുടെ റിസർവേഷൻസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രോസ്പെക്ടസിൽ നിന്ന്. പിന്നെ കോളേജസുകളുടെ ലിസ്റ്റ് അറിയാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് വഴി LBSൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. ഫസ്റ്റ് ഉള്ളത് രജിസ്ട്രേഷനാണ്. നമ്മൾ ആ രജിസ്ട്രേഷനിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇനി നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. സോ ശ്രദ്ധിച്ചിട്ട് 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അവിടെ നിങ്ങളുടെ അടുത്തൊരു മൊബൈൽ നമ്പറും മെയിൽ IDയും ചോദിക്കും. അത് നിങ്ങൾ അവൈലബിൾ നിങ്ങളുടെ തന്നെ, അതായത് നമ്മളെ വിളിച്ചാൽ കിട്ടുന്നവർ, SMS വന്നാൽ കിട്ടുന്നവർ, മെയിൽ വന്നാൽ അറിയുന്ന അതാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അഡ്മിഷൻ്റെ സമയം കഴിയുന്നത് വരെ നമ്മുടെ കയ്യിലുണ്ടാവണം. അതാവാൻ ശ്രദ്ധിക്കുക. നമ്മൾ അക്ഷയയിലോ കഫേയിലോ അവരുടെ ഒന്നും നമ്പറോ മെയിൽ IDയോ കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് രജിസ്ട്രേഷൻ്റെ ആ ഒരു ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നീട് തിരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ പറയുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ആ പ്ലേസിൽ അപ്ലോഡ് ചെയ്യുക. ചിലപ്പോൾ അത് ഒരു ദിവസത്തെ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ പോലും, അതായത് പുതിയത് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങി അപ്ലോഡ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ജൂൺ 17 മുമ്പ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ അവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്ക് സാധാരണഗതിയിൽ ഇത് വെരിഫൈ ചെയ്തിട്ട് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു ടൈം തരാറുണ്ട്. 2023 വരെ തന്നിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളവിടെ പിന്നീട് എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പിന്നീട് സമയം വരുമ്പോൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് ഹാജരാകുമ്പോൾ കൊടുക്കുക എന്ന് വെച്ചാൽ നടക്കില്ല. സോ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നീട് തിരുത്താനൊരു സമയം തരുമെങ്കിലും പുതുതായിട്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സമയം തരില്ല. സോ നിങ്ങൾ മാക്സിമം എല്ലാവരും ആ ഒരു ഡേറ്റിന് മുമ്പ് വാങ്ങാൻ ശ്രമിക്കുക. അത് ഞാൻ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണമെന്നല്ല, പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ ബ്ലാങ്ക് ആക്കി ഇടരുത്, പിന്നീട് കൊടുക്കുക എന്നുള്ള വിചാരത്തിൽ കേട്ടോ. കാരണം അത് പിന്നീട് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡേറ്റിൻ്റെ പ്രശ്നം നമ്മൾക്ക് ആണെങ്കിൽ നമുക്ക് പിന്നീട് അവിടെ സമയമുണ്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജൂൺ 17 മുമ്പ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി നൽകാൻ പറ്റുന്നവരെല്ലാവരും തന്നെ ആ ഒരു ടൈമിൽ വാങ്ങി വാങ്ങണം, ശ്രദ്ധിക്കുക. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്കത് കിട്ടിയില്ല എങ്കിൽ അവിടെ ബ്ലാങ്ക് ആക്കി ഇടരുത്. ആ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസർവേഷൻസൊക്കെ എൻട്രൻസ് കമ്മീഷൻ LBS വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് റിസർവേഷൻസ് കിട്ടുന്നത്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതെല്ലാവരും കൊടുക്കുക. നമുക്ക് ഈ AICTE നമുക്ക് ട്യൂഷൻ ഫീ വേവിയർ സ്കീമൊക്കെ ചിലപ്പോൾ തന്നേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ തന്നേക്കാം. അപ്പോൾ നമുക്ക് ഇൻകം കുറവും നല്ല മാർക്കും ഉള്ളവർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കാനുള്ള സാധ്യത. അതെല്ലാവർക്കും ഞാൻ പറയുന്നത് ആ ഒരു സാധ്യതയാണ്. അപ്പോൾ നമ്മുടെ ഇൻകം 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള, പ്രത്യേകിച്ച് BPLലൊക്കെ കിടക്കുന്ന അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ ഇൻകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആയിട്ട് ആ സർട്ടിഫിക്കറ്റ് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്ലേസിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതല്ല അങ്ങനെ ഇല്ലാത്തവരാണ് പക്ഷേ ഇൻകം വളരെ കുറവാണ്, ഇപ്പോൾ EWSൻ്റെ കേസിലാണെങ്കിലും EWSൽ നിങ്ങളുടെ ഇൻകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലാത്തവർ ഇൻകം കുറവുള്ള കുട്ടികളെല്ലാവരും തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടും. വെറുതെ ഓൺലൈൻ അപ്ലൈ ചെയ്താൽ മതി അക്ഷയ വഴി. അപ്പോൾ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകാനായിട്ട് ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻകത്തിൽ തന്നെ വാങ്ങുക കേട്ടോ. നല്ല റാങ്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസാണ്. നമ്മളിപ്പോൾ ചെല്ലാൻ വഴിയാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. കാരണം അത് ബാങ്ക് ക്രെഡിറ്റ് ആയി അതിൽ ഒക്കെ ഓക്കെ ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 24 മണിക്കൂറെങ്കിലും മിനിമം ഒരു 24 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ പേയ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ക്യാഷ് പോയി, പക്ഷേ അക്കൗണ്ട് അവിടെ ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ തേർഡ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് പ്രൂഫിനായിട്ടും നേറ്റിവിറ്റി പ്രൂഫിനായിട്ടും റിസർവേഷനായിട്ടും ഫീ കൺസെഷനായിട്ടും എന്തെങ്കിലും, ആ ഫീ കൺസെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആയി ചിലർ PM അന്ത്യയോജന സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ ഉണ്ടാവും.
അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. പിന്നെ മാർക്ക് ലിസ്റ്റ്, ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുക. പ്രോസ്പെക്ടസിൽ നിങ്ങൾക്കിപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മളിപ്പോൾ ചില സർട്ടിഫിക്കറ്റുകൾ വാങ്ങുമ്പോൾ അവിടുത്തെ ആ ഒരു ഫോമാറ്റിലായിരിക്കും തരിക. നമ്മൾ നേരിട്ട് പോയി വാങ്ങുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വാങ്ങിയിട്ടില്ല, നേരിട്ട് വാങ്ങേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് വാങ്ങുക കേട്ടോ. അതല്ല നിങ്ങളിപ്പോൾ അക്ഷയ വഴിയൊക്കെ നമുക്ക് ഇപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒക്കെ കിട്ടുമല്ലോ, അത് കുഴപ്പമില്ല. അതല്ലാതെ നമ്മൾ നേരിട്ട് പോയി വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോസ്പെക്ടസിൽ നമുക്കൊരു ഫോമാറ്റ് ഉണ്ടാവും, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് കൊണ്ടുപോയി വാങ്ങുക. ഓക്കെ. പിന്നെ നിങ്ങളിപ്പോൾ OBC സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ബാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിലും ഈ ഒരു LBSൻ്റെ പ്രോസസ്സിന് നിങ്ങൾ കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്ന്. ഇപ്പോൾ SC/ST അല്ല, OBC സർട്ടിഫിക്കറ്റ് ഒക്കെ വില്ലേജ് ഓഫീസിൽ നിന്നും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങുക. എംപ്ലോയ്മെൻറ്റ് പർപ്പസിനോ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിനോ ഒന്നും വാങ്ങിയതൊന്നും ഈ പറയുന്ന LBSൻ്റെ ഇതിൽ സ്വീകരിക്കുന്നതല്ല കേട്ടോ, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. പിന്നെ ഫൈനൽ സബ്മിഷൻ നിർബന്ധമായിട്ട് കൊടുക്കുക. ഫയൽ സബ്മിഷൻ കൊടുത്താലാണ് നമുക്ക് ആ ഒരു ഇത് ആക്സെപ്റ്റഡ് ആവുള്ളൂ. എന്നിട്ട് നമ്മുടെ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്ത ശേഷം ഫയൽ സബ്മിഷൻ കൊടുക്കുക. ഫയൽ സബ്മിഷൻ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ സ്വീകരിക്കുന്നതല്ല. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അത് എങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടതൊന്നുമില്ല, പക്ഷേ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. ഒരു പക്ഷേ അഡ്മിഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ റെഫറൻസിനോ ഒക്കെ നോക്കാനായിട്ട് ആ ഒരു നിർബന്ധമായിട്ടും ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിലെടുക്കണം കേട്ടോ. പിന്നീട് നമ്മൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമ്മുടെ ഓപ്ഷൻസൊക്കെ രജിസ്റ്റർ ചെയ്യണതാണ്. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സും ഇഷ്ടമുള്ള കോളേജും ഫസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷൻസിൽ ഹയർ ഓപ്ഷൻസും ലോവർ ഓപ്ഷൻസും ഉണ്ട്. നമ്മൾക്കിപ്പോൾ 10ാമത്തെ ഒരു ഓപ്ഷൻ നമ്മൾ വെച്ചു, നമ്മളൊരു 10 ഓപ്ഷൻ വെച്ചു, അതിൽ 5ാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടി. 5ന് താഴെയുള്ള എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും. പിന്നെയുള്ള സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ അത് പരിഗണിക്കില്ല. പിന്നെ നമ്മൾ പരിഗണിക്കുക ലോവർ ഓപ്ഷനിലായിരിക്കും. അപ്പോൾ അതായത് 1 മുതൽ 4 വരെയുള്ള, 5ാമത്തെ നമ്മൾ കിട്ടിയല്ലോ, 1 മുതൽ 4 വരെയുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇഷ്ടമുള്ള കോളേജ് ആദ്യം വെക്കണം. എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ആയിട്ട് പോകുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് പ്രോസ്പെക്ടസും ബാക്കി കാര്യങ്ങളും ഒന്ന് ഇവിടെ നിങ്ങൾക്ക് കിടക്കാന്നുള്ളത് നോക്കാം. നമ്മുടെ ഇതാണ് LBS സെൻറ്റർ, lbsapplications.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. BTech LET 2024 എടുക്കുമ്പോൾ തന്നെ LBSൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും വരിക. അതിൽ നിങ്ങൾക്ക് BTech lateral entry എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഈ ഒരു ഇതിലേക്ക് തന്നെയായിരിക്കും വരിക. അപ്പോൾ അത് എടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഈ മുകളിലുള്ള ഈ 3 ബാറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ആ നോട്ടിഫിക്കേഷനാണ് ഞാനിപ്പോൾ വായിച്ചത്. പിന്നെ ഇവിടെ പ്രോസ്പെക്ടസ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇതുണ്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെടുത്ത് പഠിക്കുക. പിന്നെ രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഈ രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും കണ്ടോ. ആദ്യത്തെ ആ ഒരു നിങ്ങളുടെ ഇതാണ് ഒരിക്കലും തെറ്റിപ്പോകരുതെന്ന് പറഞ്ഞത്. ഇത് തെറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. നിങ്ങളുടെ പേര് SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ക്യാപ്ചർ എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ പ്രോസ്പെക്ടസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചെറിയൊരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഓരോ കോഴ്സുകളും അതിൻ്റെ ഇൻടേക്കും അത് നിങ്ങൾക്ക് പേജ് നമ്പർ 3 കാണാൻ പറ്റും. ഫീ സ്ട്രക്ചർ പേജ് നമ്പർ 3 എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഫീസിൻ്റെ ആ ഒരു കൺസെഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സിലബസ് കൊടുത്തിട്ടുണ്ട് ഓരോ ഇതിൻ്റെയും. അപ്പോൾ ഇതാണ്ടോ ഫീ സ്ട്രക്ചറൊക്കെ വളരെ കൃത്യമായിട്ട് താഴോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ഇത് നോക്കുന്നത്. ഇതാണ് മാൻഡേറ്ററി ആയിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന റിസർവേഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങി നൽകുക കേട്ടോ. അതായത് കമ്മ്യൂണൽ റിസർവേഷൻ. അതല്ലാതെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള റിസർവേഷൻസ് ഉണ്ട്, മറ്റു റിസർവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുള്ളവർ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങി നൽകുക കേട്ടോ. ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് ഞാൻ താഴെ ഒന്ന് ഓടിച്ച് നോക്കുന്നത്. പ്രോസ്പെക്ടസ് ഞാൻ ഇപ്പോഴാണ് എടുത്ത്. സോ
ഇതാണ് ഞാൻ പറഞ്ഞ ട്യൂഷൻ ഫീ വേവിയർ സ്കീം എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ നല്ല റാങ്കും ഇൻകം കുറഞ്ഞവർക്കും ഗവൺമെൻറ് ഫീസ് AICTE ആണ് അത് നൽകുന്നത്. AICTE നൽകുന്ന ഫീസ് കൺസെഷനാണ്. സോ അത് അഡ്മിഷൻ്റെ സമയത്ത് വളരെ കുറഞ്ഞൊരു ഫീസും പിന്നീടുള്ള സമയത്ത് നമ്മൾക്ക് ട്യൂഷൻ ഫീ കൊടുക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ട്യൂഷൻ ഫീ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇൻകം 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാവർക്കും തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇപ്പോൾ CET പോലുള്ള കോളേജിലൊക്കെ ഏറ്റവും കുറഞ്ഞ റാങ്കും നല്ല മാർക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഇത് വരും. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിൽ ഇത് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുക്കുക. 5% സീറ്റ്, ഓരോ കോളേജുകളിലെയും 5% സീറ്റുകൾ ഇങ്ങനെയുള്ള ഈ ട്യൂഷൻ ഫീ വേവിയറിൽ വരുന്നതാണ്. സോ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുക, നല്ല റാങ്ക് വാങ്ങാനായിട്ടും ശ്രമിക്കുക കേട്ടോ. ഇനി ഹൗ ടു അപ്ലൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് അപ്ലൈ അത് എങ്ങനെയാണെന്നുള്ളത് ഇതിലും കിടക്കുന്നുണ്ട്. പേജ് നമ്പർ 14 ആയിട്ട് കിടക്കുന്നുണ്ട്. കൺഫർമേഷൻ പേജ് നിങ്ങൾ നിർബന്ധമായിട്ട് ഡൗൺലോഡ് ചെയ്യണം. നമുക്കിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതുണ്ട്. SLC സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ കോപ്പി, പിന്നെ നെറ്റിവിറ്റി പ്രൂഫിനായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതല്ലാതെ ഇതിൽ പറയുന്നുണ്ട് അക്കാദമിക് എലിജിബിലിറ്റി, അതായത് മാർക്ക് ലിസ്റ്റോ ഹോൾ ടിക്കറ്റോ. ഇപ്പോൾ റിസൾട്ട് വരാത്തവർക്കാണെങ്കിൽ ഹോൾ ടിക്കറ്റ് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് മാർക്ക് ലിസ്റ്റ് കൊടുക്കാം. NCL സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേറെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക്. ഇപ്പോൾ ചിലവർക്ക് OBC NCL കിട്ടില്ല. കാരണം ചിലപ്പോൾ വില്ലേജ് ഓഫീസ് നിങ്ങൾ OBC NCLന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വരുമാനം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ OBC റിജക്റ്റ് ചെയ്തേക്കാം. പക്ഷേ അങ്ങനെയുള്ളവരും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇപ്പോൾ SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റായിട്ട് അത് തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കോളേജുകൾ, ഓരോ കമ്മ്യൂണിറ്റിയുടെ കോളേജുകളുണ്ടാകും. മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റുകൾ നടത്തുന്ന NSSൻ്റെയൊക്കെ കോളേജുകളുണ്ടെങ്കിൽ, അങ്ങനെ പ്രൈവറ്റ് കോളേജുകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഗവൺമെൻറ് കോളേജുകളല്ല. അങ്ങനെയുള്ള കോളേജുകളിൽ ഈ കുട്ടികൾക്ക്, ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ ഒരു റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. പിന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ SC ST ആണ് അതിലൊരാൾ, നിങ്ങളുടെ പാരൻസ് ഒരാൾ SC ST ആണെങ്കിൽ SC STയുടെ എല്ലാ ആനുകൂല്യങ്ങളും, ഫീ കൺസെഷൻ ഉൾപ്പെടെ, അതുപോലെ സീറ്റ് റിസർവേഷൻ ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്. അത് നിങ്ങൾ വാങ്ങി നൽകുക കേട്ടോ. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ഉള്ള കുട്ടികളാണെങ്കിൽ മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുക. അത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ, ഒരു കൊല്ലം, അതിപ്പോൾ സാധാരണ കേസിൽ പറയുന്നത് 1 കൊല്ലത്തിനുള്ളിൽ എന്നൊക്കെയാണ്. അതൊന്നും കൂടി കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മതി. അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇതിൽ നിന്നും പ്രോസ്പെക്ടസിൽ നിന്നും ആ ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇൻകം ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുവാണ്, ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും, കാരണം അത് ചിലർക്ക് വിട്ടു പോകുന്നത്, നമുക്ക് പിന്നീട് അത് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ ഇൻകം കുറവാണ്. ചിലപ്പോൾ നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴായിരിക്കും അറിയാം, അയ്യോ ആ ഒരു ഇത് കിട്ടിയേക്കുന്നത് എന്നെക്കാട്ടി ഇൻകം കുറഞ്ഞ ഒരാൾക്കായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ ഇൻകം കൊടുക്കാമെന്ന് വെച്ച് നടക്കില്ല. അഡ്മിഷൻ്റെ സമയത്താണെങ്കിൽ പോലും നടക്കില്ല. ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അത് LBS സാങ്ഷനാക്കി തന്നാലാണ് നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക കേട്ടോ. അപ്പോൾ NCL സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ വാറണ്ടിയും, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷത്തെ വാറണ്ടിയും, ഇൻകം സർട്ടിഫിക്കറ്റിനും 1 വർഷത്തെ വാറണ്ടിയാണ്. നിങ്ങൾ ഈ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ പിന്നീട് കോളേജുകൾ പറയുവാണ് പുതിയ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുവാണെങ്കിൽ നിങ്ങളപ്പോൾ കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ. നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മളുടെ ഈ കോളേജിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ, അതുവരെയൊക്കെ മതിയാവും. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് പിന്നീട് വീണ്ടും പറയുവാണെങ്കിൽ ആ ഒരു ടൈമിൽ കൊണ്ടുപോയി കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. എൻട്രൻസ് എക്സാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു റാങ്കിൻ്റെ, എൻട്രൻസ് എക്സാമിൻ്റെ റാങ്കിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ ഓരോ അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ ഉള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഫീസ് അതൊക്കെ പറ്റുമെങ്കിൽ ഞാൻ പീലറ്റിൻ്റെ ചെയ്യാം. പക്ഷേ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എന്തെങ്കിലും, അതനുസരിച്ചിട്ട് നിങ്ങൾ ഓക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എക്സാം ഡേറ്റും വന്നിട്ടില്ലല്ലോ, അപ്പോൾ ആ ഒരു എക്സാം ഡേറ്റും തീർച്ചയായിട്ടും, അതുപോലുള്ള അഡ്മിറ്റ് കാർഡുകളും ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും അറിയാൻ പറ്റുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു ഇൻറ്റിമേഷൻ ഉണ്ടാവില്ല. സോ നിങ്ങൾ തീർച്ചയായിട്ടും വെബ്സൈറ്റ് റെഗുലറായിട്ട് ഇത് ചെയ്യണം. അതുപോലെ തന്നെ ഈ എൻട്രൻസ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് അത് നിങ്ങൾ ദയവായിട്ട് സൂക്ഷിച്ച് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് എൻട്രൻസിൻ്റെ ആ ഒരു ഹാൾ ടിക്കറ്റ്
നമ്മളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ 2 ഒന്നും എടുക്കുക. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ഒരു കോപ്പി എക്സ്ട്രാ എടുത്തേക്കുക. ഇനിയിപ്പോൾ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ ഇൻവിജിലേറ്റർ അത് വാങ്ങി വെച്ചാലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മഴയത്ത് നനഞ്ഞൊക്കെ പോയാലും നമുക്കത് മറ്റൊന്ന് കയ്യിലുള്ളത് നല്ലതാണ്. അപ്പോൾ ഓൾറെഡി കോപ്പി എടുക്കുമ്പോൾ 2 എടുക്കുക. ഒരെണ്ണം എക്സാം എഴുതാനും ഒരെണ്ണം നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കാനും വേണ്ടി എടുക്കുക കേട്ടോ. പിന്നെ ബാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ ആ ഒരു ടൈമിൽ ഓരോ കോളേജുകളും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ ഈ പേജ് നമ്പർ 21 എന്താണ് വേണ്ടതെന്ന് അവിടെ കിടക്കുന്നുണ്ട്. അഡ്മിഷൻ്റെ സമയത്താണ്, അത് പിന്നീടല്ല. അതുകൊണ്ടാണ് ഞാൻ അതിപ്പോൾ പറയാത്തത് കേട്ടോ. പിന്നെ ഇതിൽ ഓക്കെ, ഇവിടെ ട്യൂഷൻ ഫീസ് കൊടുത്തേക്കുന്നത് 24ാമത്തെ പേജിലാണ് കേട്ടോ. അവിടെ നമ്മൾ മെൻഷൻ ചെയ്തത് 3ാമത്തെ പേജിലാണെങ്കിലും ട്യൂഷൻ ഫീസ് 3ാമത്തെ പേജിലില്ല. ഫീസിനെ പറ്റി കൊടുത്തേക്കുന്നത് 24ാമത്തെ പേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഫീസ് 9,725 എന്ന് പറയുന്ന ഇത് വരുന്നുള്ളൂ. പക്ഷേ മറ്റു കോളേജുകളിൽ അതനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അവരുടെ വെബ്സൈറ്റൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ബി.ലെറ്റിനും ബി.ടെക്കിനും റെഗുലർ കോഴ്സിനും ഒരേ ഫീസ് തന്നെയാണല്ലോ, വ്യത്യാസമില്ല. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലുണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് ഒക്കെ ആണെങ്കിൽ 2 ഫീസാണ്, മെറിറ്റും ഫുൾ ഫീ മെറിറ്റും അല്ലെങ്കിൽ മാനേജ്മെൻറ്റും. അപ്പോൾ അത് 35 തുടങ്ങി 40 വരെയൊക്കെ മെറിറ്റ് വരുന്നുണ്ട്. 65 മുതൽ 75 വരെയൊക്കെ മാനേജ്മെൻറ്റ് ഓർ ഫുൾ മെറിറ്റ് എന്ന് പറയുന്ന ആ ഒരു സീറ്റിലേക്കും ഫീസ് വരുന്നുണ്ട്. പിന്നെ വേറെ ഇതിൽ കൊടുത്തേക്കുന്ന മാർക്കൊക്കെയാണ്. പേജ് നമ്പർ 25 എക്സാമിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് റിസർവേഷനുള്ള കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയൊക്കെ വിവരങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. കോളേജ് ലിസ്റ്റും ഇതിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ അതൊന്ന് ഇത് നമ്മുടെ ഓരോന്നിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോമാറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഫോമാറ്റും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എക്സാമിൻ്റെ സിലബസ് ഫോർ ഡിപ്ലോമ ആൻഡ് DVOC സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇതിൻ്റെയും സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെയും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും ആ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ മതി. മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഇവർ പറഞ്ഞേക്കുന്ന സിലബസും ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ആൻസർ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി താഴോട്ട് ഇതൊക്കെ സിലബസും കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോർമാറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഓൾറെഡി നിങ്ങൾ വാങ്ങി വെച്ചേക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഓൺലൈൻ കിട്ടുന്നതാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇതിലൊക്കെ വാങ്ങാം. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് വെച്ചേക്കുന്നതും ഈ ഫോർമാറ്റും തമ്മിലൊന്ന് നോക്കാം കേട്ടോ, സെയിം ആണോ അതൊന്ന് നോക്കിയിട്ട് അത് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ വാങ്ങണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് LBS ഇപ്പോൾ നമുക്കറിയാം ഏകദേശം 13ഓളം LBS നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിൽ 11ഓളം LBSൻ്റെ ഫോൺ നമ്പേഴ്സ് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ കോളേജ് ലിസ്റ്റ് നിലവിലിപ്പോൾ വന്നിട്ടില്ല. നിങ്ങൾ കോളേജ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താലും മതി. അതിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും. അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പുതിയ കോളേജുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ കോഴ്സുകളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് പിന്നീടായിരിക്കും ഇൻഫർമേഷൻസ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നിലവിൽ പ്രോസ്പെക്ടസിൽ കോളേജ് ലിസ്റ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ B.Tech ഉള്ള മിക്ക എഞ്ചിനീയറിംഗ് കോളേജസിൽ B.Let എൻട്രി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ പറയുന്ന 2024 കോളേജ് ലിസ്റ്റ് അവരുടെ പ്രോസ്പെക്ടസിലുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ് കേട്ടോ. എല്ലാ കോളേജുകളിലും മിക്ക കോളേജുകളിലും തന്നെ AICTE അംഗീകാരമുള്ള മിക്ക കോളേജുകളും തന്നെ B.Let എൻട്രി ഉള്ളവരാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ. താങ്ക് യു.